എന്തുകൊണ്ടാണ് ബിഗ് ബോസ് എന്ന ഷോയുടെ നിലവാരം കുറയാനുള്ള കാരണം എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അത് വരുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ കുഴപ്പമാണോ അതോ അണിയറ പ്രവർത്തകരുടെ കുഴപ്പമാണോ എന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ 2 വീഡിയോ വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്, എനിക്ക് കിട്ടിയത്. അത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ലൈൻ കട്ടിൽ അഞ്ജന നമ്പ്യാരും സാബുമാനും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ട്. അത് നമുക്ക് ആദ്യം കേൾക്കാം, എന്നിട്ട് ഇതിലേക്ക് വരാം. എനിക്ക് തോന്നുന്നത് എന്തോ അറിയാമോ, അങ്ങനെ ബിഗ് ബോസിൽ നമ്മൾ ആരാണെന്ന് കാണിക്കാനോ റോ അൺഫിൽറ്റേർഡ് വേർഷൻ കാണിക്കാനോ വരുന്നത്. ഇത് പുള്ളി ബിഗ് ബോസിൽ ഗെയിം കളിക്കാനാണ് വരുന്നത് എന്ന് ഞാൻ എന്റെ കാഴ്ചപ്പാട്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി വെക്കും. അപ്പൊ നമ്മളവിടെ പൊട്ടിത്തെറിക്കും. ആണോ? ഇവിടെ വ്യക്തമാണ് സാബുമാൻ പറയുന്നത് നമ്മുടെ അൺഫിൽറ്റേഡ് ആൻഡ് റോ ആയിട്ടുള്ള ക്യാരക്ടർ കാണിക്കാനാണ് ബിഗ് ബോസിൽ വരുന്നത് എന്ന് സാബുമാൻ പറയുന്നു. അവിടെ അഞ്ജന നമ്പ്യാർ പറയുന്നത് ഗെയിം കളിക്കാനാണ് വരുന്നത് എന്നാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ജന നമ്പ്യാരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നമ്മുടെ റിയൽ ക്യാരക്ടർ അവിടെ കാണിക്കാൻ വരുന്നു. എന്നിട്ട് ബിഗ് ബോസ് പല ടാസ്കുകൾ കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ പെർഫോം ചെയ്തതിനനുസരിച്ച് നമ്മുടെ ഇമോഷൻസ് മാറി മറിയാം. അതിൻ്റെ അകത്തുള്ള തിരുത്തലുകൾ തിരുത്തുക എന്നതാണ് ലാലേട്ടൻ എന്ന ഹോസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം 100 ദിവസം താണ്ടി ജയിക്കുന്നവർ അവരിലൊരു പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് തൊട്ട് 5 സീസണുകൾ വരെ സംഭവിച്ച കാര്യമാണ്. പക്ഷെ അതിനുശേഷമുള്ള 2 സീസണുകളിൽ അണ്ടനും അടകോടനുമാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. സോ ഈ അണിയറ പ്രവർത്തകർക്ക് പോലും അറിയത്തില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന എന്തിനാണ് ഈ ഷോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സീസൺ 9 തമിഴ് ബിഗ് ബോസ് കാണുന്നവർക്കറിയാം, അവിടുത്തെ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട്, നിങ്ങളിവിടെ ജീവിക്കാനാണ് വരുന്നത്, നിങ്ങൾ ആർക്കും കണ്ടന്റ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങളവിടെ ജീവിക്കുന്നു, നിങ്ങൾക്ക് ഗെയിം തരുന്നു, പ്രേക്ഷകരാണ് ഇത് നല്ല കണ്ടന്റ് ആണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത്. സോ അതാണ് സംഭവം. പിന്നെ ഓരോ ആഴ്ച വരുമ്പോൾ വിജയ് സേതുപതി വരുന്നു, എന്നിട്ട് ഇവരുടെ തെറ്റുകുറ്റങ്ങളെ പറയുന്നു, നല്ല കാര്യങ്ങളെ പുകഴ്ത്തുന്നു. അങ്ങനെ ഇങ്ങനെ ഫിൽറ്റേർഡായിട്ട് 100 ദിവസം കഴിയുമ്പോൾ നല്ലൊരു ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ഇവരിലുള്ള ഏറ്റക്കുറച്ചുകളെ മാറ്റിയെടുത്ത് ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റാൻ സഹായിക്കുന്നു. ഇത് മലയാളത്തിൽ 1 തൊട്ട് 5 സീസൺ വരെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷമുള്ള സീസണിൽ ഇത് കാണാനേ ഉണ്ടായിരുന്നില്ല. വെറും ബിസിനസ്സായി മാറുന്നതായിട്ടാണ് എനിക്ക് കാണാനിടയായത്. ഈവൻ പല തെറ്റുകുറ്റങ്ങളെയും ചർച്ച ചെയ്യാതെ പോകുന്നതുമായിട്ട് വരുന്നുണ്ട്. അതിനുള്ള അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാം. എനിക്ക് പലപ്പോഴും നീതി ലഭിച്ചിട്ടില്ല. പലപ്പോഴും നീതി ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ചില നമ്മളെ ഈ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിന് വേണ്ട രീതിയിൽ ഇപ്പൊ അത് അങ്ങനെ ചെയ്യരുത്. അതിപ്പോ പലപ്പോഴായിട്ടും ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇപ്പൊ അനുമോളുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴായിട്ടും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന് എന്തുകൊണ്ട് വേണ്ട രീതിയിൽ ഒരു തടയിടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അതിന്റെ അവസാനത്തെ ഒരു കണ്ണിയാണ്. ഞാൻ ഒരിക്കലും അക്ബർ പോയിട്ട് അത് കംപ്ലൈന്റ് ചെയ്തിട്ടില്ലല്ലോ. ഇത് ഇന്നലെ അപ്ലോഡ് ചെയ്ത അഞ്ജന നമ്പ്യാർ അക്ബർ കോൺവെർസേഷൻ, ലൈൻ കട്ടിലെ കോൺവെർസേഷൻ ആണ്. ഇതിൻ്റെ അകത്ത് അക്ബർ പറയുന്നുണ്ട്, എനിക്ക് പലപ്പോഴായിട്ട് നീതി ലഭിച്ചിട്ടില്ല, എന്നെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുക, ബുള്ളി ചെയ്യുക, ഇതൊക്കെ അനുമോൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അനുമോൾ മാത്രമല്ല, ആദില, നൂറ ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, അക്ബറിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, നെവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ. പക്ഷേ ഇതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് ഈ 2 സീസണിലെ, അതായത് ഈ സീസണിലെയും ഇനി മുന്നത്തെ സീസണിലെയും തോൽവി എന്ന് പറയുന്നത്. പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടില്ല. ഇവർക്ക് കിട്ടുന്ന വോട്ടിൻ്റെ ബലത്തിലാണ് എന്ന് തോന്നുന്നു പല ആഴ്ചകളായി ലാലേട്ടൻ ഇത് ചർച്ച ചെയ്യാതെ പോകുന്നതായിട്ട് കാണാനും ഇടയായിട്ടുണ്ട്. സോ ഇത് തന്നെയാണ് കാര്യം ഇവരെ പ്യൂരിഫിക്കേഷൻ ചെയ്യുക, ഇവരുടെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അത് ലാലേട്ടൻ ചെയ്തിട്ടില്ല. ഇതിന് കംപ്ലയിൻറ്റ് ചെയ്യണമെന്നാണ് അഞ്ജന നമ്പ്യാർ പറയുന്നത്. അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിൽ അക്ബർ ഇത് കേൾക്കണ്ടേ? അക്ബർ വേറെ പ്രവൃത്തിയായിട്ട് പുറത്തങ്ങാനുമായിരിക്കും, ഇവരകത്തിരുന്ന് 3 പേരും അല്ലെങ്കിൽ ഷാനവാസും കൂടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊക്കെ ബിഗ് ബോസ് കേൾക്കുന്നുണ്ടല്ലോ. ഇത് ഹോസ്റ്റായ ലാലേട്ടൻ്റെ അടുത്ത് എത്തിക്കുകയും ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ സംസാരിക്കേണ്ടത് തന്നെയാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് കഴിഞ്ഞ 2 സീസണുകളായിട്ട് ആരിലൊരു ക്യാരക്ടറിലൊരു ചേഞ്ചും വരുന്നില്ല, അതിനൊരു മാറ്റം വരുത്താനും ശ്രമിക്കുന്നില്ല. ഇതൊരു ബിസിനസ്സായിട്ട് മാത്രം കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ്. അത് തന്നെയാണ് ഈ തോൽവിക്കുള്ള കാരണവും എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, തമിഴ് ബിഗ് ബോസ് സീസൺ 9 ഒരു മലയാളി പുലിക്കുട്ടിയുണ്ട്, ഒരു ഇടുക്കിക്കാരി സാന്ദ്ര. പുള്ളിക്കാരി ഒരു സീക്രട്ട് ടാസ്ക് നടത്തുന്നുണ്ട്. എത്ര അടിപൊളിയായിട്ടാണ് ചെയ്തതെന്നറിയാമോ? അപ്പോൾ അതിനെക്കുറിച്ചും പിന്നെ തമിഴ് ബിഗ് ബോസിനെ കുറിച്ചുള്ളൊരു വിലയിരുത്തലിനെ കുറിച്ചും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതിനുശേഷം ഞാൻ ആ എപ്പിസോഡും എല്ലാം ഒന്ന് വരിയായി കണ്ടതിന് ശേഷം ആ ലൈവ് ആകുമ്പോഴേക്കും ഞാൻ ബിഗ് ബോസ് സീസണിൻ്റെ തമിഴിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. സോ ബൈ.